പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. അനുഗ്രഹീതമായ അമേരിക്കയിലെ എല്ലാ അനുഗ്രഹിക്കപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പ്രസിഡൻസ് ഡേ ആശംസകൾ. ഈ പ്രസിഡൻസ് ഡേ സുദിനത്തിൽ ജോർജ് വാഷിംഗ്ടൺ, എബ്രഹാം ലിങ്കൺ എന്നിവരെ പോലുള്ള മുൻകാല നേതാക്കളെയും നമ്മുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും നമ്മുടെ രാജ്യം അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ അധികാരവും അന്തിമമായി ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുന്നു. റോമർ 13:1. നാം ശാന്തവും ഭക്തിയുള്ളതുമായ ജീവിതം നയിക്കേണ്ടതിന് രാജാക്കന്മാർക്കും അധികാരത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 തീമോത്തിയോസ് 2:1-2 വരെയുള്ള വാക്യങ്ങൾ. യഥാർത്ഥ ദേശീയ ശക്തി കേവലം നയങ്ങളിലോ അധികാരത്തിലോ അല്ല, മറിച്ച് നീതിയിലാണ് കാണപ്പെടുന്നത്. കാരണം നീതി ജാതിയെ ഉയർത്തുന്നു. സദൃശവാക്യങ്ങൾ 14:34. വ്യക്തിപരമായും കൂട്ടമായും നാം പാപത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തോടൊപ്പം വിനീതമായി നടക്കുകയും നീതി പ്രവർത്തിക്കുകയും കരുണ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നേതാക്കളെ നമുക്ക് അന്വേഷിക്കാം. അങ്ങനെയുള്ള പൗരന്മാരായി നമുക്ക് മാറാം. മൈക്കിൾ 6:8. ഏറ്റവും ഉയർന്ന ഭരണസ്ഥിരാകേന്ദ്രം മുതൽ ഏറ്റവും സാധാരണമായ ഭവനം വരെ ഹൃദയങ്ങൾ പൂർണ്ണമായി കർത്താവിലേക്ക് തിരിയുമ്പോൾ നിത്യമായ സന്തോഷം ആരംഭിക്കുന്നു. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം പാപത്തെ അഭിമുഖീകരിക്കുക, നിത്യസന്തോഷത്തിലേക്കുള്ള പാത എന്നതാണ്. പ്രിയരെ, ഉള്ളിൽ വിശപ്പ് എരിയുമ്പോൾ സ്നേഹം എന്നത് ഒരു ആഡംബരമായി തോന്നാം. ജീവിതത്തിലെ പോരാട്ടങ്ങൾ നമ്മുടെ ചിന്തകളെ കീഴടക്കുമ്പോൾ നീതിയോടുള്ള നമ്മുടെ ആഗ്രഹം മങ്ങിപ്പോയേക്കാം. എന്നാൽ കൃത്യമായി അത്തരം നിമിഷങ്ങളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉന്നതങ്ങളിലേക്ക് വിളിക്കുന്നത്. സ്നേഹവും വിശുദ്ധിയും നിത്യജീവനും വെറും ആഡംബരങ്ങളല്ല, മറിച്ച് ദൈവികമായ അനിവാര്യതകളാണെന്ന് ഓർമ്മിപ്പിക്കാൻ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 7:13 തൻ്റെ പോരാട്ടത്തെക്കുറിച്ച് ഇപ്രകാരം സമ്മതിക്കുന്നു: ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. ഇത് പാപം ചെയ്യുന്നതിനുള്ള ഒരു ഒഴികഴിവല്ല, മറിച്ച് ഓരോ മനുഷ്യഹൃദയത്തിലും നടക്കുന്ന പോരാട്ടത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. എന്നാൽ പൗലോസിന്റെ ഈ ഏറ്റുപറച്ചിലിന് പിന്നാലെ വിജയത്തിന്റെ സന്ദേശവുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അവർ ജഡത്തിനനുസരിച്ചല്ല, ആത്മാവിനനുസരിച്ചത്രേ നടക്കുന്നത്. റോമർ 8:1. സന്ദേശം വ്യക്തമാണ്. പാപം ഈ ലോകത്ത് നിലനിന്നേക്കാം, പക്ഷെ അത് നമ്മിൽ ഭരണം നടത്തേണ്ടതില്ല. പാപമില്ലാത്ത ജീവിതം എന്നാൽ പരീക്ഷകളില്ലാത്ത ജീവിതമെന്നല്ല, മറിച്ച് അത് നിരന്തരം പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയുള്ള ജീവിതമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നയിക്കാൻ അനുവദിക്കുമ്പോൾ അവിടുത്തെ വിശുദ്ധി നമ്മുടെ കരുത്തായി മാറുന്നു. ഹൃദയശുദ്ധി എന്നത് മാനുഷികമായ പൂർണ്ണതയല്ല, മറിച്ച് ദൈവികമായ രൂപാന്തരമാണ്. നമ്മെ കൂടുതൽ അവിടുത്തെ പോലെ ആക്കി തീർക്കുന്ന ദൈനംദിന പുതുക്കൽ. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ശക്തമായ ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. യോസേപ്പ് പരീക്ഷകളെ പ്രതിരോധിച്ചു. തൻ്റെ രഹസ്യ നിമിഷങ്ങളിൽ പോലും ദൈവത്തെ വഞ്ചിക്കാൻ അവൻ തയ്യാറായില്ല. യൂദിത്ത് കളങ്കമില്ലാത്തവളായി നിലകൊണ്ടു. ഒരു വലിയ വിടുതലിനായി ദൈവം അവളെ ഉപയോഗിച്ചു. മറ്റുള്ളവർ മരുഭൂമിയിൽ വീണുപോയപ്പോഴും കാലേബും യോശുവായും വിശ്വസ്തയോടെ ജീവിക്കുകയും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയും ചെയ്തു. അവരുടെ വിശ്വാസം തെളിയിക്കുന്നത് വിശുദ്ധി സാധ്യമാണ് എന്നാണ്. അത് മാനുഷിക ശക്തിയാലല്ല, മറിച്ച് ദൈവത്തോടുള്ള അനുസരണത്തിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ്. പാപം ക്ഷണികമായ സുഖം നൽകുന്നു, എന്നാൽ അതിൻ്റെ വില നിത്യതയാണ്. ആഡംബരത്തിൽ ജീവിച്ച ധനികൻ അഗ്നിജ്വാലയിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എളിയവനായ ലാസർ അബ്രഹാമിന്റെ മടിയിൽ ആശ്വസിച്ചതിനെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകി. നരകം യാഥാർത്ഥ്യമാണ്,
എന്നാൽ സ്വർഗം അതിനേക്കാൾ അനന്തമായ യാഥാർത്ഥ്യവും മഹത്വവുമാണ്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ സമ്പൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നേക്കും പ്രിയങ്കരമായവയും ഉണ്ട്. സങ്കീർത്തനങ്ങൾ 16:11. നിങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചതുപോലെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോലും ക്ഷമിക്കുന്നത് ദൈവിക സ്നേഹത്തിന്റെ ഉന്നതമായ പ്രകടനമാണ്. ശത്രുക്കൾക്ക് പോലും സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കലാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തീർച്ചയായും ദൈവത്തോടൊപ്പമുള്ള നിത്യജീവന്റെ ദൈവിക സന്തോഷത്തെ ഈ ലോകം കുറച്ച് കാണുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമാകുന്നു. 1 കൊരിന്ത്യർ 2:9. പാപം ആകർഷകമായി തോന്നുമ്പോഴും നീതിയോടെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നവർക്കായി ഇത്തരം മഹത്വം കാത്തിരിക്കുന്നു. പാപരഹിതമായ ഒരു ലോകത്തിന്റെ സാധ്യത ആരംഭിക്കുന്നത് ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്ന് ആണ്. സ്നേഹം ജീവിതത്തിന്റെ കേന്ദ്രമാകുമ്പോൾ പാപത്തോടുള്ള ആകർഷണം ഇല്ലാതാവുകയും സ്വർഗം നമ്മുടെ സ്വാഭാവികമായ ലക്ഷ്യസ്ഥാനമായി മാറുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകല ജനതകൾക്കും മുകളിലുള്ള പരമാധികാരിയായ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ രാജ്യത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അധികാരത്തിലിരിക്കുന്ന എല്ലാവർക്കും ജ്ഞാനവും വിനയവും സത്യസന്ധതയും നൽകണമേ. അവരുടെ ഹൃദയങ്ങളെ അഹങ്കാരത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും അവരുടെ തീരുമാനങ്ങളെ സത്യത്തിലും നീതിയിലും നയിക്കുകയും ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഭിന്നതകൾ സൗഖ്യമാക്കുകയും അശാന്തി ശമിപ്പിക്കുകയും പാപം വേരൂന്നിയിടത്ത് പശ്ചാത്താപം ഉണർത്തുകയും ചെയ്യണമേ. ഞങ്ങൾ ആദ്യം അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടതിന് ഈ രാജ്യത്തിന്മേൽ അങ്ങയുടെ ആത്മാവിനെ പകരണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഈ നാട്ടിലുടനീളവും വാഴട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ശാശ്വതമായ സന്തോഷം നൽകുന്ന പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കരുണാനിധിയായ സ്വർഗീയ പിതാവേ, അങ്ങ് അളവറ്റ ശുദ്ധിയും വിശുദ്ധിയുമുള്ളവനാണ്. എങ്കിലും അങ്ങേ അന്വേഷിക്കുന്ന എല്ലാവരോടും കരുണയുള്ളവനുമാണ്. പരീക്ഷകളും ശ്രദ്ധാശൈഥില്യങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പുള്ളതും നിർമ്മലവുമായി സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുഖഭോഗങ്ങളെക്കാൾ ഉപരിയായി നീതിയെ ആഗ്രഹിക്കാനും സൗകര്യങ്ങളെക്കാൾ ഉപരിയായി സത്യത്തെ സ്നേഹിക്കാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ ഇഷ്ടം തേടാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പാപത്തിൽ നിന്ന് പിന്തിരിയാൻ യോസേപ്പിന്റെ കരുത്തും കളങ്കരഹിതയായിരിക്കാൻ യൂദത്തിന്റെ ധൈര്യവും മറ്റുള്ളവർ വീണുപോകുമ്പോഴും പിടിച്ചു നിൽക്കാൻ കാലേബിന്റെയും യോശുവയുടെയും വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഓരോ ദിവസവും അനുസരണത്തിലും വിനയത്തിലും സ്നേഹത്തിലും നടക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദ്രോഹിക്കപ്പെടുന്നതിന് മുൻപേ ക്ഷമിക്കുവാനും ഞങ്ങളെ എതിർക്കുന്നവരെ പോലും അനുഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ആത്മാവും അങ്ങേക്ക് വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ വിജയത്തിന്റെ സാക്ഷ്യങ്ങളാക്കി മാറ്റാൻ അങ്ങയുടെ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയുടെ സൗന്ദര്യത്തിലേക്കും സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്കും മറ്റുള്ളവരെ നയിക്കുമാറാകണമേ. പാപമെല്ലാം നീങ്ങി സ്നേഹം മാത്രം വാഴുന്ന എല്ലാ ഹൃദയങ്ങളും അങ്ങയുടെ നിത്യസന്തോഷത്തിൽ ഒന്നാകുന്ന ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുവരെയും ഞങ്ങളെ വിശ്വസ്തരായും നിർമ്മലരായും അങ്ങയോട് ചേർത്തും നിർത്തണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു വഴിയിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവേ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവീശോ മിശിഹ, നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം വാസ്തവമായി നമ്മളെ സ്നേഹിക്കുന്നു.
ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.